നമ്മൾ ഇന്ന് ആനക്കട്ടിയിലാണ് ഉള്ളത്. ആനക്കട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ബോർഡറിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമ്മൾ കാരമടയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്രയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എല്ലാം കടന്ന് വനത്തിലൂടെയാണ് നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്യുന്നത്. വൈകിട്ട് ആയതിനാൽ ആന പോലുള്ള മൃഗങ്ങളെ കാണുവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു യാത്രയിൽ. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു. ആനക്കട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒട്ടനവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ആനക്കട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടനവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. അയ്യപ്പനും കോശി എന്ന സിനിമയുടെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ ആനക്കട്ടിയും പരിസര പ്രദേശങ്ങളുമാണ്. മലയാളവും തമിഴും ഇടകലർത്തി സംസാരിക്കുന്ന ആളുകളാണ് ഇവിടുത്തേത്. നമ്മൾ ആനക്കട്ടിയിലേക്ക് എത്തിച്ചേർന്നത് മണ്ണാർക്കാട് നിന്നാണ്. മണ്ണാർക്കാട് നിന്നും ആനക്കട്ടിയിലേക്കുള്ള യാത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചാനുഭവമാണ് നമുക്ക് നൽകുന്നത്. ആ ഒരു യാത്രയുടെ വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. മണ്ണാർക്കാട്, അതുപോലെ പാലക്കാട്, കോയമ്പത്തൂർ, ഇവിടെ നിന്നെല്ലാം നമുക്ക് ആനക്കട്ടിയിൽ എത്തിച്ചേരാം. അതുപോലെ കാരമട നിന്ന് നമുക്ക് ആനക്കട്ടി എത്തിച്ചേരാൻ കഴിയും. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് അതുപോലെ കുന്ത, മാഞ്ചൂര്, ഊട്ടി എന്നിവയ്ക്കെല്ലാം എത്തിച്ചേരുന്ന റോഡുകളും ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ 45 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ആനക്കട്ടി മുതൽ കാരമട വരയ്ക്കും. നമ്മൾ ആനക്കട്ടി ടൗണിൽ നിന്ന് കുറച്ചു ദൂരം മുൻപോട്ടേക്ക് വന്ന് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ട് താഴെയുള്ള റോഡിലൂടെയാണ് ഇനി യാത്ര തുടരുന്നത്. ടൗണിലായിട്ട് തന്നെ നമുക്ക് കുറെ റിസോർട്ടുകളുടെ പരസ്യം കാണാൻ കേട്ടോ. SR ജംഗിൾ റിസോർട്ട്, അതുപോലെ ഒട്ടനവധി റിസോർട്ടുകളുടെ പരസ്യങ്ങളെല്ലാം നമുക്ക് ടൗണിൽ കാണാം. അറ എന്ന പേരിലൊരു റിസോർട്ടിന്റെ പരസ്യം കാണാം. അങ്ങനെ റിസോർട്ടുകളുടെ ഒരു ലോകമാണ് ഈ ആനക്കട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബസ് ഇടയിലെല്ലാം നിർത്തി ആളുകളെ കയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും ആരംഭിച്ചു. തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ റോഡ് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളും നിറയെ വീടുകളെല്ലാം നമുക്ക് കാണാൻ കേട്ടോ. ഇടയിൽ കുറച്ച് വീടുകളും അത് കഴിഞ്ഞ് വിജനായിട്ടുള്ള പ്രദേശങ്ങളുമാണ് കൂടുതലായിട്ടും നമുക്ക് മിക്ക സ്ഥലങ്ങളിലും കാണുവാൻ കഴിയുന്നത്. അപ്പം കമ്പിവേലി എല്ലാം കെട്ടിയിട്ട് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനായിട്ട് വൈദ്യുതി കമ്പിവേലികളാണ് നമുക്ക് മിക്കയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. നമ്മുടെ യാത്ര വൈകിട്ട് ആയതിനാൽ അങ്ങ് അകലെ മലമുകളിൽ നമുക്ക് സൂര്യാസ്തമനവും അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള ആകാശവും എല്ലാം കാണുവാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു യാത്രയിലെ ഇടയിലെല്ലാം ആളുകൾ കയറുകയും ഇറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസ്തമന സമയത്തുള്ള നമ്മുടെ യാത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചാനുഭവമാണ് നമുക്ക് നൽകിയത്. അസ്തമന സമയം ആയതിനാൽ ഏകദേശം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വെളിച്ചത്തിന്റെ പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു. വീഡിയോയ്ക്ക് വെളിച്ചക്കുറവ് നല്ലപോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇലക്ട്രിക് വേലികളാണ് കേട്ടോ കാണുവാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ് വളരെ മോശം റോഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഷെയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു യാത്രയിൽ നമുക്ക് മറ്റൊരു അനുഭവം ഉണ്ടായി. നമ്മൾ ഇതിന്റെ കണ്ടക്ടറായിട്ട് സംസാരിച്ചപ്പോൾ റോഡിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം നമ്മോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വീഡിയോ എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു ട്രാവൽ വീഡിയോ ചെയ്യുകയാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുക്കരുത്, ഇത്തരത്തിലുള്ള റോഡിനെ കുറിച്ചെല്ലാം നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാൽ അതെന്റെ ജോലിയെ ബാധിക്കും. അപ്പൊ അദ്ദേഹം ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അദ്ദേഹം പെർമിഷൻ എല്ലാം കൊടുത്ത ശേഷമാണ് നമുക്ക് വീഡിയോ എടുക്കുവാൻ ആ ഒരു അനുവാദം തന്നത്. അപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ സാധാരണയായിട്ട് പല മിക്കയിടങ്ങളിലും കാണുന്നത് പോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അമ്പലങ്ങളെല്ലാം കാണാൻ കേട്ടോ. പോണ വഴിയിൽ ചില സ്ഥലങ്ങളിലെല്ലാം ട്രൈബൽ വിഭാഗങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പൊ അവരുടെ വീടുകളെല്ലാം കാണുവാൻ വളരെ ഭംഗിയായിരുന്നു. അപ്പം കൂട്ടമായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും നമുക്ക് വീഡിയോ എടുക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃഷിയിടത്തിന്റെ അരികിലൂടെയാണ് കേട്ടോ. തെങ്ങും നെല്ലും എല്ലാം ഉള്ള മനോഹരമായിട്ടുള്ള ഒരു കൃഷിയിടത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു യാത്രയിൽ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന്റെ ഗ്രാമഭംഗി കാണുക എന്നത് മാത്രമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഇത്തരത്തിലുള്ള യാത്ര ഇഷ്ടപ്പെടണമെന്നില്ല. എന്നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുവാൻ താല്പര്യമായതിനാലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എടുക്കുവാൻ കാരണം. അപ്പൊ അസ്തമന സമയത്തുള്ള ഒരു ഗ്രാമഭംഗി ഉണ്ടല്ലോ, മനോഹരമാണ് കേട്ടോ. പ്രത്യേകിച്ച് കാടിന്റെ നടുവിലുള്ള ഒരു ഗ്രാമം, അവിടെ നിന്നുള്ള അസ്തമനം എന്ന് പറയുമ്പോൾ ഒരു മലയുടെ ചരിവിലായിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഒരു പ്രത്യേക ഫീലായിരുന്നു നമുക്ക് ബസ് യാത്രയിൽ നൽകുന്നത്. അപ്പൊ ഇവിടുത്തെ മറ്റൊരു പ്രസിദ്ധമായ റിസോർട്ടാണിത്. അറ ജംഗിൾ റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ ഈ കാണുന്നത് ട്രൈബൽ വിഭാഗം താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പോണ വഴിയിലെല്ലാം നമുക്ക് കുറെ കൃഷിയിടങ്ങൾ കാണാൻ കേട്ടോ. അപ്പം വാഴയാണ് പ്രധാന കൃഷി ഈ ഒരു ഭാഗത്തായിട്ട്. നമ്മൾ യാത്രയിൽ മേയാൻ വിട്ടിരിക്കുന്ന പശുക്കളെല്ലാം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ റോഡിലൂടെ നടക്കുമ്പോൾ ഡ്രൈവർ കുറെ നേരം ഹോൺ അടിച്ചിട്ടാണ് അവയെല്ലാം അരികിലേക്ക് മാറുന്നത്. അങ്ങനെ നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ പശുക്കളെല്ലാം മേയാൻ വിട്ടിട്ട് അവ തിരിച്ചു വരുന്നത് കാണായിരുന്നു കേട്ടോ. ഏകദേശം നല്ല പോലെ ഇരുടായിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പട്ടിശാല എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. പട്ടിശാലയിൽ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ കാട്ടിലൂടെയാണ് കുറച്ചു ദൂരം യാത്ര ചെയ്യുന്നത്. ഈ ഒരു ഭാഗങ്ങളിലെല്ലാം വന്യമൃഗങ്ങളെ സാധാരണ
സാധാരണയായിട്ട് കാണാറുണ്ടെന്നാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും വന്യമൃഗത്തെ എല്ലാം കാണാമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇരുവശത്തും കാടാണ്, നടുവിലൂടെ ചെറിയൊരു റോഡ്. അപ്പോൾ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് കേട്ടോ. രണ്ട് ഭാഗത്തും നല്ല കാടാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായിരിക്കാം ബൈക്കിൽ എല്ലാം ആളുകൾ ഇടയ്ക്ക് പോകുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫോറസ്റ്റ് ഏരിയ എല്ലാം കഴിഞ്ഞ് ഒരു ഗ്രാമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം പശുക്കളെ എല്ലാം മേയാൻ വിട്ടിട്ട് തിരികെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പം കൂടെ ആളുകളുണ്ട്. രാത്രി ആയതിനാലായിരിക്കാം കൂടെ നിന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നത്. അപ്പം നമ്മളെ ദൂരെ മുകളിലായിട്ട് ഒരു വെളിച്ചം കാണുന്നുണ്ടല്ലോ, അത് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുന്ത എന്ന സ്ഥലം എന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞത്. അപ്പം മാഞ്ചൂരും കുന്തയെല്ലാം കണക്റ്റഡ് ആണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റോഡ്. അങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വെളിയങ്കാട് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ നിന്നുള്ള ആളുകളെല്ലാം കയറി നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റൊരു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. കണ്ടകരൈപ്പുത്തൂർ എന്നാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പേര്. ഇതും ഒരു ചെറിയ ഗ്രാമമാണ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മുതുക്കല്ലൂർ എന്നൊരു ഗ്രാമത്തിലാണ്. ശരിക്കും രാത്രി ആയതിനാൽ നമുക്ക് ഗ്രാമത്തിലെ മറ്റു കാഴ്ചകളൊന്നും കാണാനില്ല കേട്ടോ. അപ്പൊ പകൽ സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ഒരു യാത്ര ഇതിലും മനോഹരമായിരിക്കും. അപ്പൊ ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയും അതുപോലെ തന്നെ കന്നുകാലികളും എല്ലാം ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു വലിയ പാല് കൊടുക്കുന്ന സൊസൈറ്റി എല്ലാം നമുക്ക് കാണാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വരുന്ന വഴിക്കെല്ലാം നമുക്ക് നിറയെ കാലികളെല്ലാം മേയ്ക്കുന്ന ആളുകളെയും കാണാമായിരുന്നു. അപ്പം ഈ ഒരു സൊസൈറ്റിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ വലിയൊരു ബസ് സ്റ്റോപ്പും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ മുൻപ് യാത്ര ചെയ്ത മാഞ്ചൂരിലേക്കും കുന്തയിലേക്കും എല്ലാം പോകുന്ന റോഡാണിത്. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം കാരമട എന്ന സ്ഥലത്ത് എത്താറായി കേട്ടോ. കോയമ്പത്തൂരിലേക്കാണ് നമ്മൾ കാരമട നിന്നും പോകുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം 5:15 നമ്മുടെ ബസ് പുറപ്പെടുന്നത്. അപ്പൊ 7 ആകുമ്പോഴത്തേക്ക് നമ്മൾ കാരമട എത്തിച്ചേർന്നു. ഈ ഒരു യാത്രയിൽ നമുക്ക് തമിഴ്നാടിന്റെ ഗ്രാമക്കാഴ്ചകൾ കാണുക, അതുപോലെ രാത്രി ആയതിനാൽ വന്യമൃഗങ്ങളെ എല്ലാം കാണാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. എന്നാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ തമിഴ്നാടിന്റെ ഗ്രാമക്കാഴ്ചകൾ നമുക്ക് കുറച്ച് കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള കാഴ്ചകൾ താല്പര്യമുള്ള ആളുകൾക്ക് നിരവധി റൂട്ടുകളുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലും അതുപോലെ തമിഴ്നാട്ടിലും കേരള ബോർഡറിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ താല്പര്യമുള്ളവർക്ക് ചെറിയ ചിലവിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു മനോഹരമായിട്ടുള്ള യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.